കുറ്റകൃത്യങ്ങൾ, കലാപങ്ങൾ, ഭീകരത. എന്താണ് പരിഹാരം? മൂല്യങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന് വേദപുസ്തകത്തിൻ്റെ ഉത്തരം. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വീട് എന്ന് പറഞ്ഞാൽ അത് സുരക്ഷിതത്തിൻ്റെ സ്ഥലമാണ്, വിശ്രമത്തിൻ്റെ സ്ഥലമാണ്. വീട് നമ്മുടെ അഭയസ്ഥാനമാണ്. വീട് ദേവാലയമായിരുന്നു. നൂറ്റാണ്ടുകളായി വീട് അങ്ങനെ തന്നെയാണ് നിലനിന്ന് പോകുന്നത്. എന്നാൽ ഇന്ന് അതിനൊക്കെ മാറ്റം വന്നിരിക്കുന്നു. ശരി തെറ്റുകളുടെ വ്യത്യസ്തത, വ്യാഖ്യാനങ്ങൾ ഇന്ന് കുഞ്ഞുങ്ങൾക്കറിയാം. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നുള്ളത് ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് പല അഭിപ്രായങ്ങളുണ്ട്. കുഞ്ഞു മനസ്സുകൾ എടുത്തു നോക്കൂ, മത്സരമാണ്, കോമ്പറ്റീഷൻ ആണ് എപ്പോഴും. അത് അവരുടെ പെരുമാറ്റത്തിലും ജീവിത രീതിയിലും ചിന്തയിലും സംസാരത്തിലും നമുക്ക് കാണാം. ആ മത്സരബുദ്ധി ധാർമ്മിക യുക്തിയില്ലാതെ മത്സര സ്വഭാവം കാണിക്കുക, ദേഷ്യം കാണിക്കുക. ഇങ്ങനെയാണ് ലോകത്തിൻ്റെ ഇന്നത്തെ പോക്ക്. സമൂഹം ഒരു വല്ലാത്ത ആശയക്കുഴപ്പത്തിലാണ്. ഇന്നത്തെ സമൂഹം പറയുന്നത് നിങ്ങളുടെ മനസ്സാണ് മാനദണ്ഡം എന്നാണ്. നിങ്ങളുടെ മനസ്സാണ് മാനദണ്ഡം. ശരിയും തെറ്റും എന്താണെന്ന് തിരിച്ചറിയാൻ ഏറ്റവും പ്രധാനം നിങ്ങളുടെ മനസ്സെന്ത് പറയുന്നോ അത് ചെയ്യുക എന്നുള്ളതാണ്. എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഏത് സമയത്ത് എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. തോന്നുന്നത് പോലെ, തോന്നുന്ന ഇടത്ത്, തോന്നുന്ന രീതിയിൽ സംസാരിക്കുക, പെരുമാറുക. എന്നിട്ട് പറയും നിനക്ക് നല്ലതാണെന്ന് തോന്നിയാൽ നീ ചെയ്തോ. ആരെന്ത് പറഞ്ഞാലും തെറ്റോ ശരിയോ എന്തോ വരട്ടെ, നിൻ്റെ മനസ്സിൽ എന്ത് തോന്നുന്നോ അത് നീ ചെയ്യുക. ഇങ്ങനെയാണ് ലോകം പറയുന്നത്. നിനക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യം അത് ചെയ്യുന്നതിൽ നിനക്ക് സന്തോഷം കിട്ടുന്നുണ്ടോ, നീ അത് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇന്നത്തെ ലോകത്ത് മദ്യപിക്കുന്നത്, പുകവലിക്കുന്നത് തെറ്റാണെന്നറിയാം. പക്ഷെ നിൻ്റെ മനസ്സിന് അതിന് സന്തോഷം നൽകുമെങ്കിൽ സന്തോഷത്തിനാണ് പ്രാധാന്യം. നീ അത് ചെയ്തോ, അത് കുഴപ്പമില്ല. നിൻ്റെ ഇഷ്ടങ്ങൾക്കും വാശിക്കും വേണ്ടി നിനക്കൊരാളെ ആക്രമിക്കുന്നത് ശരിയാണെന്ന് തോന്നിയാൽ, നീ ചെയ്യുന്ന പ്രവൃത്തി നിനക്ക് സന്തോഷം തരുമെങ്കിൽ നീ അത് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നാണ് ഈ കാലത്തിൻ്റെ പഠനങ്ങൾ. ഇതാണ് ഇന്നത്തെ നീതിയുടെ തത്വം. ഇതാണ്. എന്നാൽ ബൈബിൾ ഇതിനെക്കുറിച്ച് വ്യത്യസ്തമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ആശയം ഈ ആശയത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് ബൈബിൾ എന്താണോ പറയുന്നത് അത് നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. അധാർമികത നിറഞ്ഞ ഈ ലോകത്ത് ധാർമ്മിക മൂല്യങ്ങൾ അതിപ്പോഴും സംഭാവന ചെയ്യുന്നത് വേദപുസ്തകമാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ എങ്ങനെ സംരക്ഷിക്കും? നിങ്ങൾ നിങ്ങളെ തന്നെ എങ്ങനെ സൂക്ഷിക്കും? ഈ കാലത്ത് നിങ്ങളുടെ പേരക്കുട്ടികളുടെ മനസ്സിനെ ഇത്തരം ആശയത്തിൽ നിന്ന് എങ്ങനെ രക്ഷിക്കാൻ പറ്റും? അധാർമികമായ ഈ ലോകത്ത് എങ്ങനെ നമുക്ക് ധാർമ്മികനായിരിക്കും? തിന്മ മാത്രമുള്ള ലോകത്ത് എങ്ങനെ നന്മയുള്ളവനായിരിക്കും? ചേരെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ ചേരയുടെ നടുക്കണ്ണം തിന്നണ്ടേ? നമ്മൾ നമ്മുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് മാറണ്ടേ? നിങ്ങളെ തന്ത വൈബെന്നോ തള്ള വൈബെന്നോ പഴയ കാലത്തിൻ്റെ ആളെന്നോ ഒക്കെ പറഞ്ഞേക്കാം.
അല്ലേ? പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും നിങ്ങൾ ഉത്തരവാദിത്തമുള്ളതാണ്. നിങ്ങൾ പറയുന്ന ഓരോ വാക്കിനും നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും നിങ്ങൾ ഉത്തരം നൽകണം. ആ പ്രവൃത്തിയുടെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ്. എന്നാൽ ഇന്ന് ആളുകൾ പറയുന്നത്, ഞാനല്ല കാരണം, ഞാനല്ല അതിൻ്റെ ഉത്തരവാദിത്തം, എനിക്ക് ഇക്കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തമില്ല, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മുഖാന്തരം ഞാൻ ചെയ്തു. ഇത് 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 സ്വാഭാവികമാണ് ഇന്നത്തെ കാലത്ത്. ഇപ്പോൾ ഒരാൾക്ക് മദ്യപാനാസക്തിയുണ്ട്, വെള്ളം അടിക്കണ സ്വഭാവം ഉണ്ടെന്ന് വെച്ചോ. അയാളോട് ചോദിച്ചാൽ അയാൾ പറയും, ഞാനായിട്ടുണ്ടാക്കിയ ശീലമല്ലിത്, എൻ്റെ അപ്പനപ്പൂപ്പന്മാരെ കുടിച്ചിരുന്നു, നമ്മൾ കുടുംബമായി കുടിച്ചിരുന്നു, അതുകൊണ്ട് അതൊരു തെറ്റല്ല, ഞാൻ തീരുമാനിച്ചല്ല, അത് ഞങ്ങൾ അങ്ങനെ ചെയ്തു വന്നതാണ്. നമ്മളിൽ നിന്നുണ്ടാകുന്ന തെറ്റായ പ്രവൃത്തികൾക്ക്, ശീലങ്ങൾക്ക് അത് തുടരാൻ വേണ്ടി നമ്മൾ പറയുന്ന ഒഴിവ് കഴിവുകളാണിതെല്ലാം. ഞാൻ മയക്കുമരുന്നിന് അടിമയാണ് എന്നൊരാൾ വിചാരിക്കും. അയാൾ ചോദിക്കും, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്, നീ സ്വയം തീരുമാനിച്ചതല്ലേ എന്ന് ചോദിച്ചാൽ അയാൾ പറയുന്ന മറുപടി എന്തായിരിക്കുമെന്നറിയാമോ? ഞാൻ കുട്ടിക്കാലത്ത് അബ്യൂസിനിടയായിട്ടുണ്ട്, ഞാൻ കുട്ടിക്കാലത്ത് അതിഭയങ്കരമായ സങ്കീർണമായ പീഡനങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്, അതിൽ നിന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ ശീലിച്ചു പോയതാണ്, അല്ലെങ്കിൽ അതിനോടുള്ള എൻ്റെ പ്രതികരണമാണ് എന്നാണ് അവൾ പറയുക. അതിനാൽ എൻ്റെ ഈ പെരുമാറ്റത്തിന് ഞാൻ ഉത്തരവാദിയല്ല, എൻ്റെ ഈ സ്വഭാവത്തിന് ഞാൻ ഉത്തരവാദിയല്ല, എൻ്റെ ഈ സംസാരത്തിന് ഞാൻ ഉത്തരവാദിയല്ല എന്നാണ് അവൾ പറയുക. ഒരാളോട് നമ്മൾ ചോദിക്കുകയാണ്, നീ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കുറ്റം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, ഞാൻ പരസ്യം കണ്ടിട്ട് ചെയ്തതാണ്, അല്ലെങ്കിൽ ഞാൻ സിനിമയിലെ സീനുകൾ കണ്ടിട്ട് ഞാൻ ചെയ്തതാണ്, ഞാൻ ക്രൂരത ചെയ്തത് വയലൻസ്, സിനിമയിലെ വയലൻസ് കണ്ടിട്ടാണ്. ഇങ്ങനെയാണ് ലോകത്തിൻ്റെ പോക്ക്. എൻ്റെ പ്രവൃത്തിക്ക് ഞാൻ ഉത്തരവാദിയല്ല, എന്നിൽ നിന്ന് വരുന്ന ഒരു പെരുമാറ്റത്തിനും അത് ഞാൻ കാരണമല്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും നമ്മൾ ഉത്തരവാദിത്വം പറയണം. തെറ്റും ശരിയും ഒരളവിൽ ഓരോ വ്യക്തിക്കും സ്വന്തം മനസ്സാക്ഷിയുടെ തീരുമാനമാണ്. തെറ്റും ശരിയും തീരുമാനിക്കുന്നത് മനസ്സാക്ഷിക്കനുസരിച്ചാണ്. എൻ്റെ മനസ്സെന്ത് പറയുന്നു, എൻ്റെ മനസ്സിത് തെറ്റാന്ന് പറഞ്ഞാൽ എനിക്കത് തെറ്റാണ്, എൻ്റെ മനസ്സത് ശരിയെന്ന് പറഞ്ഞാൽ എനിക്കത് ശരിയാണ്. മനസ്സാക്ഷിയാണ് മാനദണ്ഡം ആയി മാറിയിരിക്കുന്നു. എനിക്ക് എൻ്റെ കാര്യത്തിൽ മാത്രമേ ഉത്തരവാദിത്തമുള്ളൂ, വേറൊരാളുടെ കാര്യത്തിൽ എനിക്കൊരു ഉത്തരവാദിത്വമില്ല. ശരിയല്ലേ? നോക്കൂ, രണ്ടാം അമ്മയും അച്ഛനും, അല്ലെങ്കിൽ രണ്ടാം അമ്മയും രണ്ടാം അച്ഛനും, ചെറിയ കുഞ്ഞാ, ആ കുഞ്ഞിനെ ആക്രമിക്കുമ്പോൾ രക്ഷയ്ക്ക് വേണ്ടി ഈ കുഞ്ഞ് നോക്കുന്നത് ഈ അമ്മയെ തന്നെയാണ്, ഈ അച്ഛനെയാണ്. ആ കുഞ്ഞിൻ്റെ നിലവിളി പോലും കേട്ട് മനസ്സുരുകാത്ത മാതാപിതാക്കൾ. ഉത്തരവാദിത്വം എൻ്റെ അല്ല. തെറ്റും ശരിയും മനസ്സാക്ഷിയുടെ തീരുമാനമാണ്. എൻ്റെ കാര്യത്തിൽ മാത്രമേ എനിക്ക് ഉത്തരവാദിത്വമുള്ളൂ. എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ ശാഠ്യങ്ങൾ, എൻ്റെ ആവശ്യങ്ങൾ, അതിന് മാത്രമേ ഇന്നത്തെ ലോകത്ത് പ്രാധാന്യമുള്ളൂ. എന്നേക്കാൾ വലിയൊരു ശക്തി അവരോട് എനിക്ക് ഉത്തരം പറയേണ്ടതില്ല. അത് മുതിർന്നവരോടായിക്കോട്ടെ, മാതാപിതാക്കളോടായിക്കോട്ടെ,
അധ്യാപകരോടായിക്കോട്ടെ, ദൈവത്തിനോടായിക്കോട്ടെ, ആരോടും ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ടതില്ല, ആരോടും എനിക്കുത്തരം പറയേണ്ടതില്ല. ഇങ്ങനെയാണ് നിലപാട്. അങ്ങനെയൊരു നിലപാടെടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ന്യായവിധിക്ക് മുന്നിൽ നിൽക്കേണ്ടതില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിന് വഴി കാണിക്കാൻ, നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ, നിങ്ങളുടെ ജീവിതത്തിന് ധാർമ്മിക നിലപാടുകൾ നൽകാൻ വേറൊരു മാനദണ്ഡവുമില്ല. എന്നാൽ ബൈബിൾ പറയുന്നു, നമ്മൾ ന്യായവിസ്താര സഭയ്ക്ക് മുന്നിൽ നിൽക്കേണ്ടി വരും. നമ്മളുടെ ഓരോ പ്രവൃത്തിക്കും, ഓരോ ചിന്തയ്ക്കും, ഓരോ വാക്കിനും നമ്മൾ ഉത്തരവാദിത്വം പറയേണ്ടി വരും. നമ്മൾ ധാർമ്മികത തിരഞ്ഞെടുക്കണം. നന്മയും തിന്മയും നമ്മൾ തിരഞ്ഞെടുക്കണം. ഭൂമിയുടെ ചരിത്രത്തിൻ്റെ അവസാനത്തെ നാളുകളിൽ ദൈവം മനുഷ്യനെ ന്യായവിധിക്ക് വേണ്ടി വിളിക്കും. അന്ത്യമായ ന്യായവിധിയുടെ പശ്ചാത്തലത്തിൽ ധാർമ്മികതയ്ക്ക് മാനദണ്ഡമുണ്ടോ? തെറ്റും ശരിയും തീരുമാനിക്കാൻ ഒരു മാനദണ്ഡമുണ്ടോ? ഏതാണ് തെറ്റ്, ഏതാണ് ശരി എന്നെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ചില ആളുകൾ പറയും, എൻ്റെ മനസ്സാണ് എൻ്റെ മാനദണ്ഡം, ന്യായവിധിക്ക് യാതൊരു സ്ഥാനവുമില്ല, നിൻ്റെ പ്രവൃത്തികളുടെ ഉത്തരവാദിത്തം നിനക്കാണ് എന്ന് ആളുകൾ പറയും. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. അതുകൊണ്ട് സകല ചരാചരത്തെയും ചരാചരങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനെ ആരാധിപ്പിൻ. ഏതാണ് ദൈവത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങൾ? ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാനുള്ള നമ്മുടെ ശരിക്കുമുള്ള മാനദണ്ഡം ഏതാണ്? യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം, സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവിൻ. സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവിൻ. സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണം. ഒരു ന്യായപ്രമാണമുണ്ട്, അത് സ്വാതന്ത്ര്യത്തിൻ്റേതാണ്. അത് അപമാനത്തിൻ്റെതല്ല, അത് അടിമത്തത്തിൻ്റേതല്ല, അത് സ്വാതന്ത്ര്യത്തിൻ്റെ നിയമമാണ്. ന്യായപ്രമാണം നമുക്ക് നൽകുന്നത് സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ടാണ് മലയാളത്തിൽ ഒരു കവി പറഞ്ഞത്, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. സ്വാതന്ത്ര്യമില്ലാതിരിക്കുന്നതാണ് മാനികൾക്ക് മരണത്തേക്കാൾ നല്ലത് എന്ന് പറയുകയാണ്. ദൈവത്തിൻ്റെ നിയമങ്ങൾ എല്ലാം സ്വാതന്ത്ര്യത്തിൻ്റെ നിയമമാണ്. ചിലപ്പോൾ ആളുകൾ വിചാരിക്കും ദൈവത്തിൻ്റെ നിയമങ്ങൾ അസ്വാതന്ത്ര്യത്തിൻ്റേതാണ്. അരുത്, അരുത്, അങ്ങോട്ട് നോക്കരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ വിചാരിക്കരുത്, തുടരുത് എന്നൊക്കെ പറയുന്നതാണ് നിയമങ്ങൾ എന്നാണ് ലോകം പറയുന്നത്. നോക്കൂ, ദൈവത്തിൻ്റെ 10 കൽപ്പനയിലെ 6-ാം കൽപ്പന അത് പറയുന്നു, കുല ചെയ്യരുത്. എന്ത് ചെയ്യരുത്? കുല ചെയ്യരുത്. അത് ജീവിതത്തിൻ്റെ പരിപാവനത്വം സൂക്ഷിക്കുന്നു. കൊല ചെയ്താൽ നമ്മുടെ ജീവിതത്തെ പരിപാവനമായി സൂക്ഷിക്കുന്നു. പരിപാവനത്വം നൽകുന്നു. ശരിയാണ്, കൊല ചെയ്യുന്ന ആൾക്കേ അതറിയാവൂ. അയാൾ നിയമത്തിന് മുന്നിൽ നിൽക്കേണ്ടി വരും, കുറ്റബോധമുണ്ടാകും, നഷ്ടങ്ങളുണ്ടാകും. പല മാനസിക വിഷമങ്ങളിലൂടെ കൊല ചെയ്യുന്നവർ കടന്നു പോകും. കൊല ചെയ്യുക എന്ന് പറഞ്ഞാൽ കഴുത്തറുത്ത് കൊല്ലുന്നതോ വെടിവെച്ച് കൊല്ലുന്നതോ മാത്രമല്ല. നീ നിൻ്റെ സഹോദരനെ നിസാര, ഉപയോഗമില്ലാത്തവനെ, യൂസ്ലെസ് എന്ന് പറയുന്നത് തന്നെ കൊലപാതകമാണ്. അങ്ങനെയാണെങ്കിൽ മനസ്സിൻ്റെ പരിപാവനതയെ കാത്തു സൂക്ഷിക്കാൻ ആ കൽപ്പന നമ്മളെ സഹായിക്കും. അത് നമുക്ക് പല കുറ്റകൃത്യങ്ങളിലും പെട്ട് അതിൻ്റെ വൈകാരികമായ നിർബന്ധങ്ങളിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും
നിയമത്തിൻ്റെ തടങ്കലിൽ നിന്നും ഒക്കെ മോചിക്കപ്പെട്ട് തല ഉയർത്തി സന്തോഷത്തോടെ, അഭിമാനത്തോടെ, നന്മയോടെ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കും, കുലപാതകം ചെയ്യുന്നില്ലെങ്കിൽ. അതുകൊണ്ടാണ് പറയുന്നത് ദൈവത്തിൻ്റെ നിയമങ്ങൾ സ്വാതന്ത്ര്യത്തിൻ്റെ നിയമമാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് നമ്മളെ തലകുനിക്കാൻ അനുവദിക്കത്തില്ല. ജനങ്ങളുടെ മുന്നിൽ കയ്യാമം വെച്ചുകൊണ്ട് പോകാൻ അനുവദിക്കത്തില്ല. നമ്മളെ ജയിലിലാക്കില്ല. നോക്കൂ, 7-ാം കൽപ്പന, വ്യഭിചാരം ചെയ്യരുത്. പുറപ്പാട് 20:14. കുടുംബം എന്ന അടിസ്ഥാന സ്ഥാപനത്തിൻ്റെ സംരക്ഷണമാണ് വ്യഭിചാരം ചെയ്യരുത് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കൂ, വ്യഭിചാരം ചെയ്യാതിരുന്നാൽ നിങ്ങളുടെ കുടുംബം സന്തോഷമായിട്ട് ജീവിക്കും. ഭാര്യയും മക്കളും, അച്ഛനും ഭർത്താവും ഭാര്യയും സന്തോഷമായിട്ട് ജീവിക്കും. അതേസമയം എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ്, വിവാഹേതര ബന്ധമുണ്ടാക്കി ഭാര്യയെ ഭർത്താവിൽ നിന്ന് ഒളിക്കുകയും ഭർത്താവ് ഭാര്യയിൽ നിന്ന് ഒളിക്കുകയും രണ്ടുപേരും മക്കളിൽ നിന്ന് ഒളിക്കുകയും ഒക്കെ ചെയ്ത് ഭർത്താവല്ലാത്ത മറ്റൊരു വ്യക്തിയോട്, ഭാര്യയല്ലാത്ത മറ്റൊരു വ്യക്തിയോട് ബന്ധമുണ്ടാക്കുകയാണെങ്കിൽ അവരനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ എന്തൊക്കെയായിരിക്കും? ആ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ എന്തായിരിക്കും? ആ കുടുംബത്തിലെ മറ്റംഗങ്ങൾ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ എന്തായിരിക്കും? ഇനി അതുകൊണ്ട് ഏതെങ്കിലും എക്സ്ട്രീമായിട്ട് ക്രൂരതയിലേക്ക് പോയാൽ, വ്യഭിചാരം ചെയ്യാതിരുന്നാൽ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ സുസ്ഥിരമാകും. വീട്ടിൽ സന്തോഷവും സമാധാനം ഉണ്ടാകും. നിങ്ങളും നിങ്ങളുടെ മക്കളും സന്തോഷത്തോടെ ജീവിക്കും. അവരഭിമാനമുള്ളവരായിരിക്കും. നല്ല പഠിക്കുന്ന കുട്ടികളായിത്തീരും. അവർ തലനിവർത്തി നടക്കും. നിങ്ങൾക്കും അഭിമാനത്തോടു കൂടി മറ്റുള്ളവരുടെ മുമ്പിൽ ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ന്യായപ്രമാണമാകുന്ന ശരി തെറ്റുകളുടെ മാനദണ്ഡം അത് തിന്മയ്ക്കല്ല, നന്മയ്ക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, 8-ാം കൽപ്പന, മോഷ്ടിക്കരുത്. അത് സമ്പത്തിനെയും വസ്തുവകകളെയും സൂക്ഷിക്കുന്നു. സമ്പത്തിനെയും വസ്തുവകകളെയും സൂക്ഷിക്കുന്നു. അന്യതരുടേത് ആഗ്രഹിക്കാതിരിക്കാൻ, മോഷ്ടിക്കാതിരിക്കാൻ, അപഹരിക്കാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്നു. അത് സമൂഹത്തിൽ മനുഷ്യർ തമ്മിലുള്ള വ്യക്തിബന്ധം ഏറ്റവും നന്നായി പുലർത്താൻ സഹായിക്കും. ഒരുപക്ഷെ ഈ ധാർമ്മിക മൂല്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ സമൂഹം എത്ര അരക്ഷിതമായ അവസ്ഥയിലായേനെ. സമൂഹത്തിൽ എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടായെങ്ങനെ. വ്യക്തിബന്ധങ്ങൾ എത്ര തകർന്നു പോയേനെ. അപ്പോൾ ദൈവത്തിൻ്റെ നിയമങ്ങൾ അത് നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് സ്വാതന്ത്ര്യത്തിൻ്റെ നിയമമാണ്. അരുത് 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 എന്ന് പറഞ്ഞ് നമ്മളെ തന്തവൈബിലേക്കും തള്ളവൈബിലേക്കും പഴയകാലത്തിൻ്റെയും പ്രതിനിധിയാക്കി മാറ്റും എന്ന് പറയുന്നത് തെറ്റാണ്. ദൈവത്തിൻ്റെ നിയമങ്ങൾ സ്വാതന്ത്ര്യത്തിൻ്റെ നിയമമാണ്, സമാധാനത്തിൻ്റെ നിയമമാണ്, നന്മയുടെ നിയമമാണ്. തലയുയർന്ന് സന്തോഷത്തോടെ അഭിമാനത്തോടെ ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന നന്മയുടെ മൂല്യങ്ങളാണത്. തെറ്റേത് ശരിയെന്തെന്ന് നമ്മളെ കാണിച്ചു തരുന്ന നന്മയുടെ മൂല്യമാണത്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, വെളിപ്പാട് പുസ്തകം 11-9 വാക്യത്തിൽ, അപ്പോൾ സ്വർഗത്തിലെ ദേവാലയം തുറന്നു, അവൻ്റെ നിയമപ്പെട്ടകം അവൻ്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. വെളിപ്പാട് പുസ്തകം 15-9 വാക്യം പറയുന്നത്, സ്വർഗത്തിലെ വിശുദ്ധ മന്ദിരത്തിൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിയമപ്പെട്ടകം ഇരിക്കുന്നത് കണ്ടു എന്നാണ് പറയുന്നത്. എന്താണ് നിയമപ്പെട്ടകം? നിയമപ്പെട്ടകം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം സ്വർഗത്തിലെ പോലെ തന്നെ ഒരു ആലയം
ഭൂമിയിൽ ഉണ്ടാക്കാൻ പ്രവാചകനായ മോശയോട് ആവശ്യപ്പെട്ടു. ഞാൻ നിങ്ങളോട് കൂടെ താമസിക്കേണ്ടതിന് നിങ്ങൾ എനിക്കൊരു കൂടാരം പണിയണം. ആ കൂടാരത്തിൻ്റെ മാതൃക കൊടുത്തിട്ട് ആ കൂടാരം പണിയുമ്പോൾ അതിന് 3 വശങ്ങൾ: പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. ആ അതിവിശുദ്ധ സ്ഥലത്ത് ഒരു പെട്ടകം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പെട്ടകത്തിൽ 24 മണിക്കൂറും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. പകലിൽ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിസ്തംഭമായും ദൈവം അവിടെയുണ്ട്. അതിനു മുന്നിൽ കെരൂബുകളുണ്ട്. ആ കെരൂബുകൾ പരസ്പരം നോക്കി ഇരിക്കുന്ന കെരൂബ്. അതിനുള്ളിൽ ദൈവത്തിൻ്റെ 10 കൽപ്പനകൾ വച്ചിരിക്കുന്നു. ദൈവം തൻ്റെ സ്വന്തം വിരൽ കൊണ്ട് എഴുതിയിരിക്കുന്ന കൽപ്പന. ആ കൽപ്പന ഇന്ന് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നു എന്നാണ് ഈ വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനം, ദൈവരാജ്യത്തിൻ്റെ ന്യായപ്രമാണം, ദൈവരാജ്യത്തിൻ്റെ ഭരണഘടന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഈ നിയമമാണ്. അത് സ്വാതന്ത്ര്യത്തിൻ്റെ നിയമമാണ് എന്ന് പറയുന്നു. ഈ നാട്ടിൽ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ, ലഹളകൾ, ഭീകരപ്രവർത്തനങ്ങൾ, ഇതിനെല്ലാം പരിഹാരം ദൈവത്തിൻ്റെ ഈ ന്യായ നിയമമാണ്. പ്രിയമുള്ള സ്നേഹിത, ഈ ന്യായപ്രമാണത്തിൻ്റെ നന്മയെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നതാണ്. പക്ഷേ ഇന്നത്തെ ലോകത്തിൻ്റെ ചിന്താഗതിക്കപ്പുറം മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുവാൻ നിൻ്റെ പ്രവൃത്തികൾക്ക് നീ ഉത്തരവാദിത്വമാണ്. നീ ചെയ്യുന്ന പ്രവൃത്തിക്ക്, നീ പറയുന്ന വാക്കിന് നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉത്തരം കൊടുക്കണം. അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഫലം കൊടുക്കുവാൻ കർത്താവ് വരുന്നു എന്ന് പറയുന്നതിൻ്റെ ന്യായം മനസ്സിലാക്കാൻ നമ്മൾ ഈ നിയമത്തെ, സ്വാതന്ത്ര്യത്തിൻ്റെ ഈ നിയമത്തിനെ നമ്മുടെ ഹൃദയത്തിൽ എഴുതാൻ നമ്മൾ ദൈവത്തോട് പറയണം. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, കുറ്റകൃത്യങ്ങൾ, കലാപങ്ങൾ, അക്രമങ്ങൾ, ഭീകരപ്രവർത്തനങ്ങൾ, സ്നേഹമില്ലായ്മ, അരാജകത്വം, ഇതെല്ലാം നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ലോകം കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ കർത്താവേ, അവർക്കതിന് സാധ്യമാകുന്നില്ല. പക്ഷെ നിൻ്റെ നിയമങ്ങൾ ഇത് ഹൃദയത്തിൽ സ്വീകരിക്കുന്നവർക്ക് കർത്താവേ, സമാധാനമുള്ള ജീവിതമുണ്ട്. എൻ്റെ ന്യായപ്രമാണത്തിൽ പ്രിയം വയ്ക്കുന്നവർക്ക് മഹാസമാധാനമുണ്ടെന്ന് അങ്ങ് പറഞ്ഞല്ലോ. അങ്ങയുടെ മഹാസമാധാനം ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ, നടപ്പിലാക്കാൻ, അതിലഭിരമിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സകലവും യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടെ പകർന്നു കൊടുക്കൂ. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.